ഇംഗ്ലീഷ് സംസാരിക്കണം എന്നല്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചാലും മലയാളം സംസാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അമ്മു ആന്റി ഇംഗ്ലീഷ് സംസാരിച്ച തോറ്റു. ഞാൻ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും മലയാളത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കുഴപ്പമില്ല. എനിക്കാണ് കുഴപ്പം, ഞാൻ പറയാൻ പാടില്ല, ഇംഗ്ലീഷ് പറയാൻ പാടില്ല. ഇത് ഭയങ്കര ടഫാണ്. ടഫാണ്. ഞാൻ പെട്ടു. ടഫാണ്. ശരി, ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ ട്രൈ ചെയ്യാം. എന്തിലാ വന്നേ ഇങ്ങോട്ട്? അമ്പടി കള്ളി, എനിക്കറിയാം, ഞാനൊരു വണ്ടിയിലാ വന്നേ. വണ്ടി? ഏത് വണ്ടിയിലാ? എടാ, എന്റെ വണ്ടിക്ക് എത്ര വീല, 4 ചക്രമുള്ള ഒരു വണ്ടിയിലാണ് ഞാൻ വന്നത്. 4 ഇംഗ്ലീഷ് അല്ലേ? 4 ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പോലെയാണ് പക്ഷേ. അല്ല 4 ഇംഗ്ലീഷ് അല്ല. പക്ഷെ 4 ഇംഗ്ലീഷ് പോലെയാണ്. അതെന്താ അങ്ങനെ? എന്ന് വെച്ചാൽ 4 പറയുമ്പോ ഇംഗ്ലീഷ് പോലെയാണെന്ന്. അതെന്താ അങ്ങനെ തോന്നണേ? അതങ്ങനെ, അത് മലയാളമാണ്. അതെനിക്കറിയാം. പിന്നെ എങ്ങനെയാ 4 അങ്ങനെ തോന്നണ എങ്ങനെയാ? ഒന്നുമില്ലേ, ഞാൻ അടുത്ത ഇത് കള്ളനാണേ, ഇത് കള്ളത്തരാണ് ഫുള്ള്. ഇത് നമ്മള് കൊടുക്കാൻ വേണ്ടിയുള്ള കള്ളത്തരാണ്. ശരി, ഓക്കെ. ഞാൻ ജയിച്ചേ? ജയിച്ചിട്ടില്ല. അല്ല, ഇതില് ഞാൻ ജയിച്ചില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് അവിടെ വന്ന് ഇരിക്കാൻ തോന്നുന്നുണ്ട്. കൊതിയാവണു. കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ നോക്കേണ്ടി വരും. അത് കറക്റ്റ് അല്ലേ? ശരിയല്ലേ? ആന്റിക്ക് ഇതൊന്നും അറിയില്ല. ആന്റിക്ക് ഇന്റർവ്യൂ ചെയ്തൊന്നും അറിയില്ല, മോക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാ ഇന്റർവ്യൂ ചെയ്യുന്നേ? ഞാൻ ഇതിന്റെ മുമ്പേ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആണോ? ആന്റി ആദ്യമായിട്ടാ ചെയ്യണത്. ആന്റിക്ക് അതാണ് ഒരു പേടി. പക്ഷെ മാലോട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. മാലോട്ടി നല്ല സ്വീറ്റ് കുട്ടിയല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ചോറും കറിയും. അത് ഇംഗ്ലീഷ്? ഏത് കറിയാ? ആണല്ലേ, ശരിക്കും? ശരി, അപ്പൊ പോയി. സോറി തോറ്റു. എന്നാലും ഇച്ചിരി ക്വസ്റ്റ്യൻസിൽ കറുത്ത് വരുന്നതുകൊണ്ട് ജയിച്ചു. അച്ഛാടാ, വാളുട്ടി എന്തൊരു സ്വീറ്റാന്നറിയാമോ? എന്റെ കൂടെ വരുന്നുണ്ടോ വീട്ടിക്ക്? ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരെല്ലാരും കുട്ടി. ശരി, ഓക്കെ, വരണം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത റൗണ്ടിന്റെ പേരാണ്, ഇതൊരു നല്ല പേരാട്ടോ, പസിൽ റൗണ്ട്. ഈ റൗണ്ടിന്റെ റൂൾസ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാന് എന്തെങ്കിലും കുറച്ച് സംസാരിക്കും, അതിന് കുറച്ച് എന്താ അമ്മ ചേച്ചിക്ക് ഓർമ്മ വരുന്ന അങ്ങനെ അത് പറയണം. അപ്പൊ നമുക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് 10ാം ക്ലാസ് പരീക്ഷ. ആന്റി പറഞ്ഞല്ലേ അതിനെ പറ്റി? 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുമ്പോ ആന്റിക്ക് സ്കൂളില് പറയട്ടെ ഞാൻ. ആന്റിക്ക് കുറെ മാർക്ക് കിട്ടിയ പരീക്ഷയാണ് 10ാം ക്ലാസ് പരീക്ഷ ആക്ച്വലി. പിന്നെ ആന്റിയുടെ കൂട്ടുകാരൊക്കെ ആയിട്ട്, ബാവയ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ സ്കൂളില്? ചില കൂട്ടുകാരുണ്ട്. ഇനി പോകുമ്പോ ചിലപ്പോ പോകുമ്പോ ഓക്കെ. അപ്പൊ ആന്റിയുടെ കൂട്ടുകാരൊക്കെ കൂടെ ആന്റി ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോയതും പിന്നെ പരീക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് കറക്റ്റ് ആൻസർ എഴുതിയപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമായി. തെറ്റിപ്പോയപ്പോഴത്തേക്കും ആന്റി കരയാനൊക്കെ തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് ആന്റിയുടെ ഓർമ്മ. അടി കിട്ടിയിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? സീക്രട്ട് ആയിട്ട് പറയട്ടെ? അത് സീക്രട്ട് ആയിട്ട് പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. 1 2 3 4 കിട്ടിയിട്ടുണ്ട്. 4 അടിയോ? പക്ഷെ എനിക്കത് ചെറിയ അടി കിട്ടിയിട്ടുള്ളു. ആരുടെ കയ്യിന്നാ? സ്കൂളിന്നാ? അച്ഛത് എന്തിനാ അടിച്ചത്? ചെറിയ അടി. അതെന്തിനാ? തട്ടിയിട്ടൊന്നുമില്ല, തട്ടിയിട്ടുള്ളൂ. എന്തിനാണ് അടിച്ചെന്തിനാ? അത് ഞാനൊന്നും കാട്ടിയത്. ഞാൻ എന്താ അതെന്തായിരുന്നു? മലൂട്ടി കുറുമ്പ് കാണിച്ചാ? കുറുമ്പ് കാണിച്ചിട്ടല്ല,
അമ്മ അടിക്കാറുണ്ടോ? ഇല്ല, ഇല്ല. ചീത്ത പറയാറേ ഉള്ളൂ. ചീത്ത അതെന്തിനു ചീത്ത പറയാ? രണ്ട് കുറുമ്പ കാണിച്ചാറ്. അത് എന്താ കാണിച്ചാറ് പറ. എന്തോ കുറുമ്പ് ഒപ്പിക്കലുണ്ടപ്പോ? ഇല്ല ഇല്ല, എന്നാ വേണ്ട പോട്ടെ, നമുക്ക് അടിപൊളി. ചെറിയ കുറുമ്പേ ഉള്ളൂ. നല്ല കുട്ടിയാ അല്ലേ? ഓക്കെ, അപ്പൊ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. സുരേഷ് ഗോപിനെ കുറിച്ച്. സുരേഷ് ഗോപി ആരാന്നറിയോ? ആരാ? ഡെന്നീസ്. സുരേഷ് ഗോപിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അങ്കിള് ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അങ്കിളാ. വാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അങ്കിളാരാ? എല്ലാരെയും ഇഷ്ടാണ്, പക്ഷെ ലാലേട്ടനാണോ ഇഷ്ടം ഏറ്റവും കൂടുതല്? ഇച്ചിരി കൂടുതല്. ഓക്കെ. മമ്മിക്ക് സുരേഷ് ഗോപി അങ്കിളിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അങ്കിളാ. അതാണ് സുരേഷ് ഗോപി അങ്കിൾ. അപ്പൊ അടുത്തത് കൊറോണ. കൊറോണ കൊറോണ എന്താ? ഇതൊക്കെ എന്താന്ന് നിനക്ക് അറിയോ? കൊറോണ എനിക്ക് അറിയില്ല, എന്റെ മമ്മ പറഞ്ഞു തന്നതാ. എന്താന്നത്? എല്ലാവർക്കും വൈറസ് എല്ലാവർക്കും വാവ് വരും. അത് ചെളിന്നെല്ലാം ഉണ്ടാവും. ചെളിന്നെല്ലാം ഉണ്ടാവും. അയച്ചോ, ഇത് അമ്മ പറഞ്ഞു തന്നേ? എന്റെ കഥയിൽ നിന്നൊക്കെയാ, കഥയിൽ നിന്നാകട്ടെ. വാവക്കുട്ടിക്ക് കൊറോണ വന്നിണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല. ഇല്ല. കൊറോണ എന്ന് പറയുമ്പോ ആന്റിക്ക് എന്താ ഓർമ്മ വരിക? ആന്റിക്ക് പറയാം. ആന്റിക്ക് കുറെ പ്രാവശ്യം കൊറോണ വന്നിട്ടുണ്ട്. 4 times കൊറോണ വന്നിട്ടുണ്ട്. കൊറോണ വന്നിട്ട് ആന്റി മുറിയിലൊക്കെ ലോക്ക് ചെയ്തിരുന്നു, ആർക്കും കൊടുക്കാണ്ടിരിക്കാൻ. ഇത് പെട്ടെന്ന് എല്ലാവർക്കും സ്പ്രെഡ് ആവും. അപ്പൊ ആന്റിക്ക് കൊറോണ ഉണ്ടെങ്കിൽ ആന്റി മാളൂട്ടിയുടെ അടുത്ത് വന്ന് സംസാരിച്ചാൽ മാളൂട്ടിക്കും കൊറോണ വരും. അപ്പൊ ആന്റി എന്ത് ചെയ്തു? റൂമൊക്കെ പൂട്ടി റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്നു. അങ്ങനെ 4 times ആന്റിക്ക് കൊറോണ വന്നിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ടും തീർന്നു. എനിക്ക് എത്ര പോയിന്റ് ഉണ്ട്? എനിക്ക് കൊറേ പോയിന്റ് ഒന്നും ആയിട്ടില്ല. ഇല്ല, രണ്ടെണ്ണത്തിൽ കറക്റ്റ് പറയാൻ പറ്റിയത് കൊണ്ട് ക്ഷമിച്ചിരുന്നുണ്ട്. ഇനിയുള്ള റൗണ്ട് ടഫ് ആണോ? ഈസി ആയിട്ടുള്ള ചോദിച്ചാ മതി. ഇതുപോലത്തെയാ? ശരി, ഓക്കെ. ഇതുപോലത്തെയാ? പേടി ഇച്ചിരി ഉണ്ട്, പക്ഷെ മാളൂട്ടി ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടി കുറവുണ്ട്. അടുത്ത റൗണ്ടിന്റെ എനിക്ക് ഇവിടെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കും, അതുകൊണ്ട് ഇതിനിങ്ങനെ അകലെ ഇരിക്കണോണ്ട്. ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയല്ലോ, ബൈ പറയാ. ഇങ്ങോട്ട് വരുവോ? ഓക്കെ. അപ്പൊ എന്നെ ഹഗ് ചെയ്യോ? എനിക്ക് ഉമ്മയും തരണം. തരുമോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് ഞാൻ പറയില്ല, ഒരു കാര്യമുണ്ട്. ഞാൻ കാര്യം ചെയ്യട്ടെ. ശരി. അമ്മു ആന്റി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെതാണ്. ഓക്കെ. എന്താണത്? പാട്ട് പാടുന്നതാണോ? എന്ന് വെച്ചാൽ അത് അങ്ങനെ പറയുന്നതല്ല, പക്ഷെ അത് മ്യൂസിക് റൗണ്ട് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റൂൾസ് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ പാട്ടിന്റെ ഇടയിലുള്ള ഒരു വാക്ക് ഇങ്ങനെ പാടും. അപ്പൊ അമ്മു ആന്റി എന്താ ചെയ്യണ്ടേ? പാട്ട് പാടിക്കൊണ്ട് എന്നോട് ആൻസർ പറയണം. ടഫാണ്, ഭയങ്കര ടഫാണ്. ട്രൈ ചെയ്യാം ഞാൻ. ട്രൈ ചെയ്തോ? ശരി. തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്നെ കളിയാക്കരുത്. കളിയൊന്നും ആക്കൂല. ഇന്റർവ്യൂസിൽ അങ്ങനെയൊന്നും ഇന്റർവ്യൂസിൽ ഉണ്ടാവില്ല അല്ലേ? അതാണ്. അത് ആദ്യം വന്നിങ്ങോട്ടെ, ഇനി പോകുമ്പോ പേടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് വന്നോണ്ടാണ്. ശരിയാ, ഇനി വരുമ്പോ ശരിയായിക്കോളൂ അല്ലേ? ശരിയായിക്കോളൂ. വാവക്കുട്ടിക്ക് അങ്ങനെ ആയിരുന്നോ? ആദ്യത്തെ ടൈമില് വാവക്കുട്ടിക്ക് ടെൻഷൻ ആയിരുന്നോ? ഇല്ല, എനിക്ക് പണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതല്ല ഇഷ്ടമായത്. അതുകൊണ്ട് വാവയ്ക്ക് ടെൻഷൻ ഇല്ല അല്ലേ? നെക്സ്റ്റ് ഇന്റർവ്യൂല് ആന്റിക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. കുഞ്ഞു കിട്ടിയാലാണെങ്കിലും പേടിയില്ല. ആണോ? ശരി, ഓക്കെ.
ഒരു വട്ടം കുഞ്ഞിക്കുട്ടീനോട് ചെയ്താ പിന്നെ പേടിയുണ്ടാവില്ല. ഇവിടെ ആരാ കുഞ്ഞുകുട്ടി? ഞാൻ വലിയ കുട്ടിയാണല്ലോ. അല്ലല്ലോ, കുഞ്ഞിക്കുട്ടി ആണെങ്കിലും വലിയ കുട്ടി. എന്നെക്കാളും അടിപൊളിയായിട്ട് സംസാരിച്ചു. എനിക്ക് വലിയ കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കണ പോലെ തോന്നണേ. പക്ഷെ കുഞ്ഞു ബാവയാ. അത് എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമായി ഞാൻ സംസാരിക്കില്ല. ശരി ശരി ശരി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത റൗണ്ട്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ റൂൾസ് എല്ലാം പറഞ്ഞല്ല. റൂൾസ് എന്താണ്? ഒരു വേർഡ് പറയും, അതിന്റെ ഞാനൊരു പാട്ടിന്റെ ഇടയിലുള്ളൊരു വാക്ക് ഇങ്ങനെ പാടും. അപ്പൊ അമ്മു ആന്റി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാ പാട്ട് പാടിക്കൊണ്ട് ഉത്തരം പറയണം. ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. താനെ മാറിയ ലോകവും. ഇത്ര പാടുള്ളൂ? കുറച്ചും കൂടെ പാടിത്തരോ? ഇച്ചിരി കൂടെ പ്ലീസ്. എനിക്ക് ഷെയിം ആവും. ഒരു ലൈൻ ഒരു വേർഡും കൂടെ പാടുക പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതേതാ പാട്ട്? എനിക്ക് കിട്ടുന്നില്ലല്ലോ. എന്താ കിട്ടാത്തെ? എനിക്ക് മനസ്സിലാവുന്നില്ല, ഓർമ്മ കിട്ടണില്ല. എന്നാല് കുഴപ്പമില്ല. മാളൂട്ടി പാടുവോ? ഞാൻ പറഞ്ഞുതരാം ഏതാന്ന് സോങ്. നമ്മൾ ആർഡിഎക്സ് കണ്ടിട്ടില്ലേ? ആർഡിഎക്സിലെ പാട്ടാണോ? ഓക്കെ, എന്നാ മാളൂട്ടി പാടിക്കേ. നീലവേ നീലവിനഴകേ താനമഴികേ ചിരിയും അതാണ് പാടിയത് കുഞ്ഞ്. അടിപൊളി. ഞാൻ വേറൊരു പാട്ട് പാടട്ടെ, അത് കുഞ്ഞാവയ്ക്ക് അറിയാന്ന് പറയാം. കാത്തു. കാത്തുവിന്റെ പാട്ട് എനിക്കറിയാം. ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളുടെ കാത്തു, ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടിഷ്ടം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. ഇങ്ങനെയുള്ള ഈസി സോങ് അല്ലേ എന്നോട് ചോദിക്കണ്ട? ഞാനും കുഞ്ഞല്ലേ. വലിയ വലിയ സോങ് ഒക്കെ ചോദിച്ചു ആന്റി എന്ത് ചെയ്യും? അമൃത സുരേഷും ബാലയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ വിഷയം. ചർച്ചയാകുന്നത് അമൃതയുടെയും പാപ്പുവിന്റെയും ഇൻഷുറൻസിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ഇതിനിടയിൽ എലിസബത്തും വീണ്ടും വിവാദങ്ങളുമായി തുറക്കമിട്ടിട്ടുണ്ട്. ഇതിനിടെ അമൃതയുടെ ഒരു ഇന്റർവ്യൂ വീണ്ടും വൈറലായി മാറുകയാണ്. അമൃത എത്രത്തോളം സിമ്പിൾ ആണ് എന്ന് നമുക്ക് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകും. എല്ലാ ചോദ്യങ്ങൾക്കും അമൃത രസകരമായി മറുപടി പറയുന്നതും ഒട്ടും മുഷിപ്പില്ലാതെ മാളൂട്ടിയെ കംഫർട്ടബിൾ ആക്കി. അല്ലാതെ ഒരു കുഞ്ഞുകുട്ടിയാണ് തനിക്ക് മുന്നിൽ ഇരിക്കുന്നത്, ഈ കുഞ്ഞുകുട്ടി എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ, ഇതൊരു ഇന്റർവ്യൂ ആണോ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും ഇതൊന്നും കാണിക്കാതെ, ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടിയെ സ്വന്തം മോളെ പോലെ കണ്ടിട്ടാണ് അമൃത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നത്. ഈ രസകരമായ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അമൃത ഇത്രയും സിമ്പിൾ ആണോ? ഒരു കുഞ്ഞിനോട് എത്ര രസമായിട്ടാണ് അമൃത ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്.